മഹി യാത്ര പറഞ്ഞ് പോകുമ്പോൾ കൃതിക്കും അർജുനുമൊപ്പം മീരയും സിറ്റൗട്ടിലേക്ക് ചെന്നു. കാറിൽ കയറും മുന്നേ മഹി മകളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി. കുറച്ചു കാലമായി അച്ഛനൊപ്പം തന്നെ ആയിരുന്നല്ലോ. പെട്ടെന്ന് വിട്ടു നിൽക്കുന്നത് ഓർത്ത് അവൾക്ക് സങ്കടം വന്നു. അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്ന് അവൾ സങ്കടമടക്കി. കണ്ണുകൾ നിറഞ്ഞു. ആ അച്ഛനെയും മകളെയും കണ്ടപ്പോൾ എന്തോ കൃതിയുടെ കണ്ണും നിറഞ്ഞു. എന്താടി കൊച്ചുകുട്ടികളെ പോലെ. മഹി മീരയെ അടർത്തി മാറ്റി. മീര മൂക്ക് വലിച്ച് അച്ഛനെ നോക്കി. ലേറ്റായി, അമ്മ നോക്കിയിരിക്കുന്നുണ്ടാവും. ശരി എന്നാ അരുണിമയോട് പറഞ്ഞേക്കേ. അതും പറഞ്ഞ് മഹി അവിടുന്ന് പോയി. ആ കാറ് കണ്ണിൽ നിന്നും മറയും വരെ അവൾ അവിടെ തന്നെ നിന്നു. ആ കാറങ്ങ് പോയത് നിറഞ്ഞ കണ്ണുകളോടെ മീര തിരിഞ്ഞു. അപ്പോഴുണ്ട് ചേട്ടനും അനിയത്തിയും അവൾ ഇരുത്തി നോക്കി കയ്യും കെട്ടി നിൽക്കുന്നു. കൃതി ചിരിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് ഗൗരവവും. ഞാൻ കരഞ്ഞൊന്നുമല്ല. അർജുൻ്റെ ആ നിൽപ്പ് കണ്ട് പുറം കൈകൊണ്ട് കണ്ണാമർത്തി തുടച്ച് അവൾ വീർത്ത മുഖത്തോടെ പറഞ്ഞതും കൃതി ചിരിച്ചു പോയി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ നെറ്റി ചുടിച്ചു. അതിനവൾ മുഖം വീർപ്പിച്ച് അകത്തേക്ക് നടന്നു. അപ്പോഴാണ് അരുണിമയെ കണ്ടില്ലല്ലോ എന്നവൾ ഓർക്കുന്നത്. അരുണിമാൻ്റെ എവിടെ? അവൾ നടത്തം നിർത്തി തിരിഞ്ഞ് കൃതിയെ നോക്കി. അമ്മ ആ മുറിയിലടി, പോയി കണ്ടിട്ട് വാ. നീ ഉടന്നതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കൃതി പറഞ്ഞതും തലകുലുക്കി അവൾ ചൂണ്ടിയെടുത്തേക്ക് മീര നടന്നു. ചാരിയിട്ട് ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് നോക്കി. രാജൻ്റെ ചാരുകസേരയിൽ ചാരിയിരുന്ന് മയങ്ങുകയായിരുന്നു അരുണിമ. മീര അവർ അടിമുടി ഒന്ന് നോക്കി. വെളുത്ത സാരിയാണ് വേഷം. കയ്യിലോ കഴുത്തിലോ കാതിലോ ആഭരണങ്ങളോ ഒന്നുമില്ല. ആ പഴയ തേജസ് അവരുടെ മുഖത്തിനോ ശരീരത്തിനോ ഇല്ലെന്ന് തോന്നി. പ്രിയപ്പെട്ടവൻ്റെ വിയോഗം അരുണിമയെ അത്രത്തോളം തളർത്തിയിരിക്കുന്നു. എങ്കിലും ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. എല്ലാം വിധിയാണെന്ന് സമ്മാനിച്ച് യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് ജീവിച്ചു പോകുന്നെന്ന് മാത്രം. ആ ഒരാളുടെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയാത്ത വിടവായി ഇനിയെന്നും അവശേഷിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാലും തൻ്റെ സങ്കടം കണ്ട് തൻ്റെ മക്കൾ തളർന്നു പോകരുതെന്ന് അരുണിമയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അരുണിമയെ കാണുമ്പോൾ മീരയുടെ ഉള്ളിലൊരു കനലിരിക്കുകയാണ്. ആരൊക്കെ അല്ലെന്ന് പറഞ്ഞാലും അരുണിമയുടെ വൈദ്യഭ്യത്തിന് കാരണം താനാണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അവൾ മെല്ലെ അരുണിമയ്ക്ക് നേരെ നടന്നു. അവർക്കടുത്തായി മുട്ടുകുത്തിയിരുന്നു. ആ കൈകൾ പതിയെ തൊട്ടു. അരുണിമ മയങ്ങുകയല്ല എന്ന് അവൾക്ക് അരുണിമ കണ്ണു തുറന്നപ്പോൾ മനസ്സിലായി. അരുണിമ കണ്ണു തുറന്ന് നോക്കിയത് കണ്ട് അവൾ പാടുപെട്ടൊരു ചിരി വരുത്തി. അരുണിമയുടെ മുഖം വിട്ടുന്നു. ആ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. മോളെ മോളെ എപ്പെണീറ്റു? ചാരിക്കിടന്ന അരുണിമ ആ ചോദ്യത്തോടെ നിവർന്നിരുന്നു. ഇപ്പോഴും ഒരു ഇഷ്ടക്കേടും ഇല്ലാതെ തന്നെ വാത്സല്യത്തോടെ നോക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി മീര. ഇപ്പോഴും സങ്കടം മാറിയില്ലേ മോൾക്ക്? ഇവിടെ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മോൾക്ക്? അരുണിമ അവളുടെ മുടിയിൽ തഴുകി തിരക്കി. അമ്മയൊത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വീടുമാറ്റം കൂടി ആകുമ്പോഴേ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് അറിയാം. ഞാൻ അർജുനോട് പറയാം, നിങ്ങളിപ്പോൾ അവിടെ പോയി നിൽക്ക്. മോളുടെ മനസ്സൊന്ന് നോക്കിയാവുമ്പോൾ അവനിപ്പോൾ ഇങ്ങ് പോന്നാൽ മതി. അരുണിമ പറഞ്ഞു. വീട്ടിലേക്ക് പോകണമെന്ന് കുഞ്ഞല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരവസ്ഥയിൽ അർജുനെ ഇവരിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് തെറ്റായി പോകുമെന്ന തോന്നലിൽ അവളത് വേണ്ടെന്ന് വെച്ചു. എനിക്ക് സങ്കടമൊന്നുമില്ല ആൻറ്റി, ഞാൻ ഇവിടെ നിന്നോളാം. അവൾ അരുണിമയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആൻറ്റി അല്ല, അമ്മ, അങ്ങനെ വിളിച്ചാൽ മതി. അരുണിമ സ്നേഹത്തോടെ അവളെ തിരുത്തി. മീര അരുണിമയെ നോക്കി തലയിളക്കി. എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? അവളുടെ ശിരസ് വല്ലാണ്ട് കുനിഞ്ഞു പോയിരുന്നു. അരുണിമയുടെ ഈ സ്നേഹത്തോടെയുള്ള സമീപനം താൻ അറിയിക്കുന്നില്ല എന്ന തോന്നൽ അവൾക്കുണ്ടായിരുന്നു. എന്തിന്? അരുണിമ ചെറു ചിരിയോടെ തിരക്കി. ഞാൻ കാരണം അങ്കിള്. ബാക്കി പറയാൻ അനുവദിക്കാതെ അരുണിമ അവളുടെ വാ കൈകൊണ്ട് മൂടി. വേണ്ട, ഒന്നും പറയണ്ട. അരുണിമ അവളെ തടഞ്ഞു. നിന്റെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളും ആശങ്കയുണ്ടെന്ന് എനിക്കറിയാം മോളെ. എല്ലാത്തിനും കൂടി എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃതിയെപ്പോലെ തന്നെയാണ് നീയും. മഹിയേട്ടൻ്റെ മകളാണെന്ന് അറിയും മുന്നേ തന്നെ നിനക്ക് ആ സ്ഥാനം ഞങ്ങൾ തന്നതാ. സ്വന്തം മകൾക്കൊരു അപകടം വന്നാൽ ആരും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല മീരെ. അങ്ങനെ ഞങ്ങളൊക്കെ കരുതുന്നുള്ളൂ. ഇനി അതേപ്പറ്റി അനാവശ്യ ചിന്തയൊന്നും വേണ്ടട്ടോ. അരുണിമ അവൾ ആസ്വദിപ്പിച്ചു. മീര തലകുലുക്കി. തനിക്കുണ്ടായ നഷ്ടം മനസ്സിലൊതുക്കി ആ വേദന മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി നിയന്ത്രിക്കാനും അരുണിമ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഒറ്റ സങ്കടേ ഉള്ളൂ. അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ചതാ നിങ്ങളുടെ വിവാഹം. അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിളറിയ ചിരിയോട് അരുണിമ പറയുമ്പോൾ മീര മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ വിവാഹം ബന്ധുക്കളെല്ലാം ക്ഷണിച്ച് ഉത്സവം പോലെ നടത്തണമെന്ന് പറയുമായിരുന്നു. ഒന്നും നടന്നില്ല. മോളൊന്നും നേരെ ചൊവ്വ സ്വീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിൽ വിഷമൊന്നും വിചാരിക്കരുതേ. അവൻ്റെ അച്ഛൻ പോയിട്ട് മാസം ഒന്നാവുന്നുള്ളൂ.
ഇപ്പം എടിപിടിയെന്നൊരു വിവാഹം വേണമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇതിപ്പം നടക്കണമായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ സാമീപ്യം എനിക്ക് എവിടേക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മരിക്കാൻ നേരം അദ്ദേഹം ആഗ്രഹിച്ചത് മോളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണമെന്നാവില്ലേ? ആ ആത്മാവിന്ന് ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാകും. ആഗ്രഹിച്ചതൊക്കെ നടന്നില്ലേ? ഇത്തിരി വൈകിപ്പോയെന്ന് മാത്രം. അരുണിമ പറഞ്ഞു നിർത്തി മീരയെ നോക്കുമ്പോൾ അവളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം വേണ്ട. ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പിള്ളേരുടെ സന്തോഷം. ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. അതാണ്. കരയാൻ ഒത്തിരി സമയം ദൈവം തന്നതല്ലേ? അതൊക്കെ കഴിഞ്ഞു. ഇനി കഴിഞ്ഞതൊക്കെ ഓർത്ത് ഇന്നത്തെ സന്തോഷം കളയണ്ട. അരുണിമ മീരയെ ഉപദേശിച്ചു. അവളുടെ കണ്ണുകൾ അരുണിമ തന്നെ തുടച്ചു കൊടുത്തു. വാ അമ്മ കഴിക്കാനെടുക്കാം. അരുണിമ ഇരുന്നിരുന്നും എഴുന്നേറ്റ് അവളെയും എണീപ്പിച്ചു. എനിക്കൊന്ന് ഫ്രഷ് ആവാൻ മീര മടിയോടെ പറഞ്ഞു. രാവിലെ മുതൽ നിൽക്കുകയാണ് ഈ വേഷത്തിൽ. സാരിയും ആഭരണങ്ങളും തലയിൽ ചൂടിയ പൂക്കളും എല്ലാം കൂടി അവളെ മടുപ്പിച്ചിരുന്നു. ഞാനും അതങ്ങ് മറന്നു. മോളും മയക്കത്തിലായിരുന്നല്ലോ. മോള് പോയി ഫ്രഷായിട്ട് വാ, എന്നിട്ടാവാൻ ഭക്ഷണം, അരുണിമ പറഞ്ഞു. വാ. അരുണിമ മുറിക്ക് പുറത്തേക്ക് നടന്നു. അവളും അവരോടൊപ്പം നടന്നു. അർജുനും കൃതിയും ഹാളിലുണ്ടായിരുന്നു. കൃതി ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ആരെയും അറിയിക്കാതെ ഈ സമയത്ത് ഇങ്ങനൊരു വിവാഹം നടത്തിയതിൽ ബന്ധുക്കളാകെ ഇടംതിരിഞ്ഞ് നിൽപ്പാണ്. അരുണിമയെ വിളിക്കാതെ ഓരോരുത്തരായി വിളിച്ച് കൃതിയെയും അർജുനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ആരോ വിളിക്കുകയാണ്. അത് ആ സംസാരത്തിൽ നിന്ന് അരുണിമയ്ക്ക് മനസ്സിലായി. മോള് ചെല്ല്, അവളെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. അരുണിമ പറഞ്ഞെങ്കിലും മീര പോകാൻ മടിച്ചു നിന്നു. അർജുൻ, നീ മീരയെ മുറിയിലേക്ക് കൊണ്ടുപോ. അവൾക്കൊന്ന് ഫ്രഷ് ആവണമെന്ന്. ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കൊടുക്ക്. അരുണിമ അവളുടെ നിൽപ്പ് കണ്ടതും പറഞ്ഞതും അത് വേണ്ട എന്ന ഭാവത്തിൽ അവൾ അരുണിമയെ നോക്കി. എങ്കിലും ഒന്നും പറയാൻ വയ്യ. വാ എന്ന് പറഞ്ഞ അർജുൻ സ്റ്റെയർ കയറുമ്പോൾ പിന്നാലെ അവളും ചെന്നു. അവൻ മുറിയിലേക്ക് കയറിയതിന് പിന്നാലെ അവളും കയറി. അവൻ വാർഡ്രോബ് തുറന്ന് അവൾക്കായി എടുത്തു വെച്ച സാരിയും ടവലും എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലുണ്ട്. അവളത് കൈ നീട്ടി വാങ്ങിയതും അവൻ കുറച്ച് നീങ്ങി നിന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവനങ്ങ് മാറിയതും അവൾക്ക് ആവശ്യമുള്ളത് എടുത്ത് സാരിക്കുള്ളിൽ വെച്ചു. പോയി കുളിച്ചിട്ട് വാ, ഞാനിവിടെ ഉണ്ടാവും. അർജുൻ പറഞ്ഞതും അവൾ തലകുലുക്കി. അവൻ്റെ ഗൗരവമൊക്കെ കുറച്ചിങ്ങ് വിട്ടുമാറിയിട്ടുണ്ടെന്ന് തോന്നി അവൾക്ക്. ഡ്രസ്സ് ബെഡിൽ വെച്ച് അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. അപ്പോഴേക്കും അർജുൻ റൂമിലുള്ള ചെയറിലേക്ക് ഇരുന്ന് ഫോൺ കയ്യിലെടുത്തിരുന്നു. അത് നോക്കി മീര ആഭരണങ്ങൾ ഓരോന്നായി അടിച്ചു തുടങ്ങി. മഹി കാര്യമായിട്ട് തന്നെ മകൾക്ക് വേണ്ടി ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് പട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിലുള്ള ചെയിനുകളൊക്കെ പരസ്പരം കുരുങ്ങി അലങ്കോലപ്പെട്ട അവസ്ഥയിലായിരുന്നു. വളകളൊക്കെ അഴിച്ചു തീർത്ത് കഴുത്തിലുള്ളതും കൈവച്ചപ്പോഴേക്കും മടുത്തു പോയിരുന്നു. ചെയിനുകൾ വേർപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരം ശബ്ദങ്ങൾ അവൾ പുറപ്പെടുവിക്കുന്നുണ്ട്. എല്ലാം കൂടി വലിച്ചു പിടിച്ച് കളഞ്ഞാലെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴുണ്ട് അർജുൻ എഴുന്നേറ്റ് വന്നു. കണ്ണാടിയിൽ കൂടി അതവൾ കാണുകയും ചെയ്തു. അവൻ അവൾക്ക് പിന്നിൽ വന്ന് നിന്നതറിഞ്ഞപ്പോൾ അവൾ മുഖം ചൂളിച്ച് കണ്ണാടിയിലൂടെ തന്നെ അവനെ നോക്കി. എന്നാൽ അവൻ കഴുത്തിൽ നിന്നും ഓരോ ആഭരണങ്ങളായി അഴിക്കാൻ തുടങ്ങി. ആദ്യം അവൾ അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും പിരികം ചുളിച്ചുള്ള അവൻ്റെ നോട്ടം കണ്ട് മിണ്ടാതെ നിന്നു. അവൻ ഓരോന്നായി സാവധാനം കുരുക്കടിച്ചെടുത്ത് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊക്കെ എവിടെയാ വെക്കുക? എല്ലാം അഴിച്ചെടുത്ത് തന്നെ ഏൽപ്പിച്ചവനോടായി അവൾ തിരക്കി. ആ വാർഡ്രോബിനകത്ത് ലോക്കറുണ്ട്, അതിൽ വെച്ച് ലോക്ക് ചെയ്തോ. അവൻ പറഞ്ഞതുപോലെ മീര അതൊക്കെ ലോക്കറിൽ വെച്ച് പൂട്ടി. ആഭരണങ്ങളൊക്കെ ഊരി മാറ്റിയപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസം തോന്നി. തലയിൽ ഒരോട് പൂവുണ്ട്, കുറേ സ്ലൈഡും. കണ്ടപ്പോഴേ മടുപ്പ് തോന്നിയെങ്കിലും അവൾ സ്വയം അത് അഴിച്ചു തുടങ്ങി. മുടി പൂവിൽ കുരുങ്ങിയതൊന്നും കാര്യമാക്കാതെ മുടി പൊട്ടിച്ചിട്ടായാലും പൂവും സ്ലൈഡും അവൾ ഊരിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചു നേരം അർജുൻ അവളുടെ കോപ്രായങ്ങളൊക്കെ നോക്കി നിന്നു. ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ സഹായം ചോദിക്കരുത്, ഇങ്ങോട്ട് നിൽക്ക്. അവൻ അവളുടെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് ക്ഷമയോടെ ആ പൂവും സ്ലേഡും ഒക്കെ ഊരിയെടുത്ത് മുടി അഴിച്ചു കൊടുത്തു. ഇനി പോയി കുളിക്ക്. ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ അവൻ വിശ്വസിച്ചു. താങ്ക്സ്. അത് പറഞ്ഞവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി. കുളിയൊക്കെ കഴിഞ്ഞ് വിവാഹസാരിയും പിടിച്ച് ഇറങ്ങി വരുമ്പോൾ ഫോണിൽ തോണ്ടി അർജുൻ മുറിയിൽ തന്നെ ഇരിപ്പുണ്ട്. ആ സ്റ്റാൻഡിലിട്ടേക്ക്, നാളെ കഴുകി മടക്കി വെച്ചാൽ മതി. സാരിയും പിടിച്ച് അതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അർജുൻ പറയുന്നത് കേട്ടത്. മുറിയുടെ ഒരു കോണിലായിരുന്ന സ്റ്റാൻഡിൽ ആ സാരിയും മടക്കിയിട്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മുടി നല്ലതുപോലെ തുവർത്തിക്കൊണ്ട് മുടി ഭാഗം ചിട്ടു. രണ്ട് വശത്തു നിന്നും കുറേശ്ശെ മുടിയെടുത്ത് പിന്നിൽ കൊണ്ടുപോയി ക്ലിപ്പിട്ട് അവൾ തിരിഞ്ഞു. പോവാം? അർജുൻ ചോദിച്ചതും അവൾ തലകുലുക്കി. അതോടെ ഫോൺ പോക്കറ്റിലിട്ട് അവൻ എണീറ്റ് അവൾക്കൊപ്പം താഴേക്ക് പോയി. അവരെ കണ്ടത് മരണിമ കഴിക്കാൻ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഇന്ന് ഉച്ച മുതലേ എല്ലാവരും പട്ടിണിയാണ്.
ആ തളർച്ച എല്ലാവരും ഉണ്ട് താനും. അരുണിമ കിച്ചണിലേക്ക് നടക്കുന്നത് കണ്ട് മീരയും പിന്നാലെ നടന്നു. എല്ലാവരും ചേർന്ന് ഫുഡ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് നിരത്തി എല്ലാവരും കഴിക്കാനിരുന്നു. അർജുൻ മീരയ്ക്ക് അടുത്തായി വന്നിരുന്നു. അവന് വേണ്ടത് വിളമ്പിയെടുത്തിട്ട് മീര ഒരേ ഇരുത്തം ഇരിക്കുന്നത് കണ്ട് അവളെ ചോദ്യഭാവത്തിൽ അവനൊന്ന് നോക്കി. അവൾ അരുണിമയെ നോക്കിയിരിപ്പാണ്. അവളുടെ നോട്ടം കണ്ട് അരുണിമയും കാര്യം തിരക്കുന്നുണ്ട്. എന്താ മോളെ? അരുണിമയുടെ കവിളിൽ തഴുകിക്കൊണ്ട് തിരക്കി. അരുണിമയെ നോക്കി എന്തോ ചിന്തയിലായേണ്ടിരുന്നവൾ അതോടെ അരുണിമയെ ഇറുകെ പുറന്നു. ആ വയലിൽ മുഖമമർത്തി അങ്ങനെ ഇരുന്നു കുറച്ചു നേരം. കൃതി അത് കണ്ട് പുഞ്ചിരി തൂക്കി കടിച്ചു തുടങ്ങി. അരുണിമയുടെ മുഖവും ഒന്ന് വിടർന്നിട്ടുണ്ട്. അർജുന്റെ മുഖഭാവം വ്യത്യസ്തമല്ല. അരുണിമ അവളുടെ തലയിൽ തഴുകി പാതി അവൾ അടർത്തി മാറ്റി. കഴിക്ക്. അവളുടെ അരികിലിരുന്ന് അരുണിമ തന്നെ അവൾക്ക് വിളമ്പി കൊടുത്തു. എല്ലാവരും വിളമ്പിയെടുത്തെങ്കിലും ആർക്കും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഡൈനിങ് ടേബിളിൽ ഒരാളുടെ അഭാവം അവരെ നൊമ്പരപ്പെടുത്തി. ആ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര സന്തോഷത്തോടെ കടന്നു പോകേണ്ട നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ. ഇത്തിരി എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി ഓരോരുത്തരായി എണീറ്റ് പോയി. പ്ലേറ്റൊക്കെ കഴുകിയ ശേഷം അരുണിമ കിച്ചൻ ഒതുക്കുന്നത് നോക്കി മീര നിന്നു. പോയി കിടന്നോ മീരെ? കൃതി മോളെങ്ങും മുറിയിലേക്ക് കൊണ്ടാക്കിയത്. പറയേണ്ട താമസം മീരയുടെ കയ്യും പിടിച്ച് ഒറ്റ പോകുക കൃതി. പാലൊക്കെ തന്നു വിടേണ്ടതാ, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏട്ടൻ തിരിഞ്ഞു നോക്കി ഓടിക്കും, അതുകൊണ്ട് മാത്രം ഒഴിവാക്കിയതാ. സ്റ്റെയർ കഴിയുന്നിടയിൽ കൃതി അവളോട് പറഞ്ഞു. മീര ഒന്നും മിണ്ടിയില്ല. മനസ്സിപ്പോഴും മറ്റെവിടേക്കോ ആണ്. കയറിപ്പോക്കോ, ഞാനും പോവാം, ഗുഡ് നൈറ്റ്. അർജുന്റെ മുറിക്ക് മുന്നിൽ മീരയെ ആക്കി സ്വന്തം റൂം ലക്ഷ്യമാക്കി കൃതി നടന്നു. കൃതി പോകുന്നത് നോക്കി മീര അർജുന്റെ മുറിയിലേക്ക് കടന്നു.